വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹോർലിക്സ് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്തിനാ വെറുതെ കടയിലൊക്കെ പോയി നമുക്ക് ഷേക്ക് വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഈ ഷേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. പാലുണ്ട്, ഹോർലിക്സ് ഉണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഐസ് ക്യൂബും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഹോർലിക്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാം, പക്ഷേ ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എന്തോ ഇങ്ങനെ കുടിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടോ. ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഹോർലിക്സും ഐസ് ക്യൂബ്സും ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അത് നന്നായി ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. പാലും പഞ്ചസാരയും നന്നായി ബ്ലെൻഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ഷേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായി. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇടാം കേട്ടോ. ഞാനത് ഇപ്പോൾ ഇടുന്നില്ല, ലാസ്റ്റാണ് ഇടുന്നത്. ഇതിലേക്ക് പഞ്ചസാര കൂട്ടിയിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യണം. തണുത്ത പാലെടുക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ വെച്ച് പാലെടുക്കരുത്. നല്ല പോലെ തണുത്ത പാലെടുക്കണം. കട്ടയാക്കിയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ കട്ടയാക്കുന്നില്ല. നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഹോർലിക്സ് ഇട്ട് കൊടുക്കണം, എന്നാലേ അത് നല്ല ബ്ലെൻഡായി കിട്ടുള്ളൂ. ഹോർലിക്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷേക്കിന്. അപ്പോൾ ഹോർലിക്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാൻ ഫുൾ സ്പീഡിലിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്, ഫുള്ളിലിട്ടിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഷേക്ക് കുടിക്കാൻ പൂതിയാൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 3-4 എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണം. നല്ല പോലെ ഷെയ്ക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ അതിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ, ഒരു കോൾഡ് ഫീൽ ചെയ്യുള്ളൂ നമുക്ക്. അപ്പോൾ നല്ല പോലെ ഷെയ്ക്ക് ചെയ്യണം. നിങ്ങൾ പഞ്ചസാര നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് മധുരം വേണം, ചിലർക്ക് മധുരം വേണ്ട. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണ് മാത്രമേ പഞ്ചസാര യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിക്കേറെ ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.